ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? കുട്ടിയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കുറേ ദിവസം, എനിക്കത് ഒരു മാസത്തിൽ കൂടുതലായി ചേട്ടാ നമ്മള് മഴ തുടങ്ങിയ പിന്നെ അടച്ചോടി ഇട്ടിരുന്നു. കാര്യം അത് ഒരുപാട് വെളിയെടുത്തിട്ട് നല്ല ഇതുണ്ട്, പണിയുണ്ട്. എടുക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ എവിടെ പോയത് മൊത്തം കോവളത്ത് പോയിട്ട് വന്നതിന്റെ അന്നാണ് ലാസ്റ്റ് എടുത്തത്. ചേച്ചിയുടെ മോളൊക്കെ വന്നതിന്റെ അതിനുശേഷം നമ്മള് പൊന്നുകുട്ടി എടുത്തിട്ടേ ഇല്ല, മൂടി ഇട്ടേക്കായിരുന്നു. പൊന്നുകുട്ടിക്ക് ഒരു ചെറിയ ഇത് പറ്റി. നമ്മൾ ആ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4 ചുറ്റും മതിലില്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രമേ മതിലുള്ളൂ. കാര്യം എല്ലാവരുടെയും പ്രോപ്പർട്ടീസ് അപ്പുറം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു അതിർത്തിയായിട്ടൊന്നും തിരിച്ചിട്ടൊന്നുമില്ല. അത് നമ്മുടെ കുടുംബ വീടായതുകൊണ്ടേ. അപ്പം അതിങ്ങനെ അവിടെ രാത്രികളിൽ കുറേ പട്ടികൾ വരും. അവരെ പൊന്നുകുട്ടിയെ കടിച്ചു കൊണ്ട് പൊന്നുകുട്ടിയിൽ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ പെയിന്റ് പോയിരിക്കുന്ന ചേട്ടൻ അതിന്റെ ഒരു വിഷമത്തിലാണ്. ചേട്ടൻ്റെ ഒരു ഇളയ മോളെ പോലെയാണ് പൊന്നു, അല്ലേ? പിന്നെ നമ്മള് പിന്നെ അത്രയും കൂടിയ വണ്ടിയിൽ നമ്മുടെ കാറിന്റെ ഈ ഇതുണ്ടല്ല, കാർ മൂടിയിട്ടിരുന്ന പിന്നെ അതിനെന്തോ പറയുന്നേട്ട് കവർ, കാറിന്റെ കവർ മൊത്തം കടിച്ച് കീറി വെച്ചേക്കുന്നു. ഇനിയിപ്പം പൊന്നുകുട്ടിക്ക് ഒരു അതിനെന്തോ പറയുന്നത്, നമ്മള് പിന്നെ അടിക്കാൻ പോകുന്ന വലയോ നെറ്റോ, അതൊരു ജാളി പോലെ 4 സൈഡ് നെറ്റ് അടിച്ച. അപ്പൊ 4 വശത്തും ഒരു ഇത് അടിക്കാന്ന് വിചാരിച്ചു. കാര്യം പട്ടി ശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമാണ്. അമലുവിന്റെ എത്ര ചെരുപ്പുകൾ പട്ടികൾ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്നുള്ളതിന് കയ്യും കണക്കും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഷെഡ് ഉണ്ടെങ്കിലും കാർ ഷെഡ് ഉണ്ടെങ്കിലും 4 സൈഡ് ഓപ്പൺ ആയി കിടക്കില്ല. അപ്പൊ ഈ രാത്രിയിൽ ഒരുപാട് പട്ടികളൊക്കെ വരും, വന്ന് കിടന്ന് കടികൂടും. പൂച്ചയും പട്ടിയൊക്കെ അതിന്റെ വാസമാണ്. എന്നെ നമ്മൾ കവർ ഇട്ടേക്കുന്നോണ്ട് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോകുന്നല്ലാതെ പൊന്നുകുട്ടിയിൽ കണ്ടാ സൈക്കിൾ അതുപോലെ കടിച്ച് നാശമാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം റെഡിയാക്കണം. ഓക്കെ, ലൈഫിൽ എന്ത് വന്നാലും ഹാപ്പി ഹാപ്പി ഹാപ്പി. ചേട്ടനോട് ഞാൻ പറയുമായിരുന്നു, എന്ത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചാലോ കേട്ടോ. ലൈഫിൽ ഏതൊരു സാഹചര്യം വന്നാലും, ഇപ്പൊ ഇതൊന്നല്ല, ഏതൊരു സാഹചര്യം വന്നാലും നമ്മുടെ സന്തോഷമായിരിക്കണം. കാര്യം നമ്മൾ ഇപ്പൊ വിഷമിച്ചോണ്ട് ഉണ്ടായ സാഹചര്യത്തെ മാറ്റി പറയാൻ പറ്റില്ല. അതാണ് ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ആ സാഹചര്യങ്ങള് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നല്ലോ, എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ വന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ലൈഫിൽ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാം. അപ്പോൾ ഉടനെ ദൈവത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സാഹചര്യം വന്നു? മറ്റുള്ളവർക്ക് ആർക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലല്ലോ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് മറ്റുള്ളവരുടെ ലൈഫിൽ വരാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. അപ്പം എന്ത് കാര്യം വന്നാലും ദൈവത്തെ ശപിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തെ ബ്ലെയിം ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ, നമ്മളെ കുറ്റപ്പെടുത്താതെ, നമുക്കൊരു സാഹചര്യം വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ, ഇതല്ല എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു, ആ സാഹചര്യം വരുമ്പം നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചത് കൊണ്ട് ആ സാഹചര്യം മാറിപ്പോവില്ല, അല്ലെ? നമുക്കറിയാം നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാമെന്നല്ലാതെ നമുക്കതുകൊണ്ട് നേട്ടമൊന്നുമില്ല. പിന്നെ എന്തിനാ നെഗറ്റീവ് ചിന്തിച്ച് നമ്മൾ വിഷമിക്കുന്നത്? അപ്പൊ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സാഹചര്യങ്ങൾ വഷളാവത്തേ ഉള്ളൂ. അപ്പൊ എന്ത് വന്നാലും നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നിലനിർത്തുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പൊ ചിലർ പറയും അതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ പാടാണ്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? അതിപ്പം അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ വണ്ടി എടുത്തത് തന്നെ. അതായത് കാറിന്റെ ഇടയ്ക്ക് ഒരു പൂച്ച കയറി, പൂച്ചയെ പിടിക്കാൻ പട്ടി കാറിന് 4 വശം ഓടി. അപ്പോൾ പൂച്ചയെ കിട്ടാഞ്ഞ ദേഷ്യത്തിനാണെന്ന് തോന്നുന്നു അത് മഡ്ഗാർഡിന്റെ മുകളിലുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ കടിച്ചിട്ട് ഫ്രണ്ട് വീലിന്റെ 2 സൈഡിലുള്ള മഡ്ഗാർഡിന്റെ മുകളിൽ സ്ക്രാച്ച്, പല്ലിന്റെ സ്ക്രാച്ച് ആയി. അതായത് വെള്ളയല്ലേ, വണ്ടി വെള്ളയിലാകുമ്പോഴത്തേക്ക് സ്ക്രാച്ച് തെളിച്ച് കയറി. അപ്പോൾ ഞാൻ കാര്യം ഇത് കവർ ഇട്ടിരുന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല നമ്മളാരും. ഇപ്പോൾ കുറച്ച് ദിവസം എടുത്തില്ല. CCTV ഉണ്ട്. CCTVയിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള ഇത് മാത്രമേ കാണുള്ളൂ. അതിന് മുമ്പുള്ളതൊന്നും വീഡിയോ കവർ ചെയ്യത്തില്ല. ഒരാഴ്ച വരെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന സംഭവമാണെന്ന് മനസ്സിലായി. പക്ഷേ കാറ് മൂടിയിട്ടിരുന്നാണ് നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. ഇത് കവറിനകത്തൂടെയാണ് ഇത് കാര്യം സാധിച്ചാകുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ഡെസ്പായി. ഞാൻ ആദ്യമേ BMWൻ്റെ അവരെ ഷോറൂമിൽ വിളിച്ച് ഇപ്പോഴത്തേക്ക് കക്ഷി എടുക്കുന്നില്ല. പിന്നെ വോയിസ് മെസ്സേജായിട്ട് അയച്ചു കൊടുത്ത് ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് എപ്പോഴും എൻ്റെ ഒരു വിഷമം കണ്ടുകൊണ്ട് ആണ് പറഞ്ഞത് ഈ ഒരു സബ്ജക്റ്റിലോട്ട് വന്നത്. അതായത് നമ്മളിപ്പം വിഷമിച്ചത് കൊണ്ട് ഈ സ്ക്രാച്ച്
മാറിപ്പോകില്ല. ഞാനപ്പോ ചേട്ടനോട് പറഞ്ഞതായിരുന്നു നമുക്ക് മാറിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾ അത് ചിന്തിക്കേണ്ടത് കറക്റ്റാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷവും വരുന്നതിന് മുമ്പുള്ള വ്യത്യാസം ഈ കാര്യങ്ങൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വിഷമിച്ചിരുന്നു. പക്ഷേ സംഭവം ശരി തന്നെയാണ്. കാര്യം നമ്മൾ അത് വിഷമിച്ചിരുന്നോണ്ട് വൈകുന്നേരത്തെ ചേട്ടൻ ആദ്യം ഒരു സൈഡിലെ സ്ക്രാച്ച് ഇന്നലെ കണ്ടായിരുന്നു. ഇന്നാണ് ഫുള്ള് പിന്നെ കവർ മാറ്റിയപ്പോ ബാക്കി കണ്ടത്. അപ്പോഴും ഞാൻ വളരെ കാമായിട്ടിരുന്നു. കാര്യം എന്താണ്, അതെ, അത് ഇപ്പം നമ്മളത് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ വിഷമിച്ചുകൊണ്ട് ആ സ്ക്രാച്ച് എന്തായാലും അപ്രത്യക്ഷമാകത്തില്ല. അതിനുള്ള ആ റെമഡി നല്ല കൂൾ മൈൻഡിൽ ഇരുന്ന് ചിന്തിച്ചിട്ട് ആ റെമഡി കണ്ടെത്തുക, ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഹാപ്പി. ഇത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയി. ഇതുപോലുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഓരോ കാര്യങ്ങളായിട്ട് ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇതുപോലെ ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ വിചാരിക്കും, നിങ്ങൾ ഒത്തിരി മാറിയല്ലോ. ടീച്ചറമ്മ എവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. ടീച്ചറമ്മയുടെ പല്ലിന് ചെറിയൊരു കൂട്, അപ്പൊ അതൊന്ന് കൂട് നടക്കണം, 1 മണിക്ക് മുമ്പേ വരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വരാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നൊരു ചാഞ്ചാട്ടം ഉണ്ട് കേട്ടോ, അതൊന്ന് ടൈറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോ പിന്നെ ഇറങ്ങാൻ താമസിച്ചു. നമ്മുടെ റിലേറ്റീവില് ഒരു മരണം ഉണ്ടായിരുന്നു. അങ്ങനെ ലേറ്റ് ആയോണ്ടാവാം. 1 മണിക്ക് മുമ്പേ വരാൻ പറ്റും നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് 9 മണിക്കുമായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനെ നെഗറ്റീവ് വീണ്ടും ചിന്തിച്ചു പോയിട്ട് നമുക്ക് ആ സിറ്റുവേഷനെ മാറ്റാൻ പറ്റില്ല. അക്സെപ്റ്റ് ദ ഫാക്ട് ആൻഡ് മൂവ് ഓൺ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു, നമ്മൾ അതിനെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് ഇനി അടുത്ത എന്താണ് പരിഹാരം, അല്ല അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം വീണ്ടും ചിലർ അത് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ആ പ്രശ്നത്തെ പറ്റി തന്നെ ചിന്തിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ ചിലർക്ക് അത് മതി. ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി, ഒരു മൂഡ് ഓഫിലേക്ക് പിന്നെ അങ്ങനെ പോയി നമുക്ക് നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ കൂടുതൽ നെഗറ്റീവ് സാഹചര്യങ്ങളെ ആകർഷിച്ചു. അപ്പോൾ പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പൊ ഹസ്ബൻഡാണ് പറയുന്നതെങ്കിൽ എന്തൊരു ചെറിയ കാര്യം വൈഫ് പറയുന്ന കാര്യത്തിന് ഹസ്ബൻഡ് ദേഷ്യം വരും, അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുന്ന കാര്യത്തിൽ വൈഫിന് ദേഷ്യം വരും. കാര്യം എന്താണ്, മറ്റേ ടെൻഷനിലിരിക്കുകയല്ലേ. അതെ, നമ്മള് ടെൻഷനിൽ സ്ട്രെസ്സിൽ ഇരിക്കുമ്പോഴേ ചിലപ്പോ അന്നേരം ഒരിക്കലും പിള്ളേരൊരു കുരുത്തക്കേട് നല്ല രണ്ടങ്ങ് കൊടുക്കും. അപ്പൊ ആ കാര്യത്തെ പറ്റി ചൊല്ലി ഹസ്ബൻഡും വൈഫും കൂടെ വഴക്കായി, പ്രശ്നമായി, വീട്ടിലെ മനസമാധാനം പോയി, സന്തോഷം പോയി, ആകെ വീട്ടിലൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി. പിന്നെ ആ സാഹചര്യങ്ങളെ നമ്മൾ മാറ്റിയെടുക്കാൻ കുറേ സമയമെടുക്കും. അതിനെക്കാട്ടിയും അന്നേരത്തെ നമ്മൾ സമചിത്തതയോടെ ഓരോ കാര്യങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ടീച്ചർമേ സാറും കൂടി ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ വരുമ്പോഴൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് പേര് പറയാറുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർമാർ അത് കേൾക്കാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഭയങ്കര നെഗറ്റീവ്, അതായത് ഞാൻ നെഗറ്റീവായിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, ഞാൻ എപ്പോഴും അത് തന്നെ ചിന്തിച്ച് അത് തന്നെ വിഷമിച്ച് ഇങ്ങനെ സാഹചര്യങ്ങൾ എന്താ മാറാത്ത, എനിക്ക് മാത്രം എന്താ ലൈഫിൽ ഇങ്ങനെ സിറ്റുവേഷൻ, ദൈവത്തെ പഴിക്കുന്നു, ഞാൻ എന്നെ തന്നെ പഴിക്കുന്നു, ഭാഗ്യം കെട്ടവളാണ് ഞാൻ. ഇന്നലെ ചേട്ടനോട് എന്തോ പറഞ്ഞ് ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തി ഞാനാണെന്ന് പറഞ്ഞല്ലേ. കാര്യം എന്താ, നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് ചിന്തിച്ചാലേ ഭാഗ്യമുള്ള വ്യക്തി ആകത്തുള്ളൂ. അപ്പം ഞാനും പിന്നെ നമ്മൾ തീരെ ഭാഗ്യമില്ലാത്തവരാണ്, നമ്മുടെ ലൈഫ് ഇങ്ങനെ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തിച്ച് വിഷമിച്ച് പിള്ളേരോടും ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ട്, വീട്ടിലും നെഗറ്റീവ് സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ടോട്ടൽ വീട്ടിൽ എന്താണ് ഒരു നെഗറ്റീവ് എനർജിയാണ്. നേരെ മറിച്ച് നമ്മൾ എന്ത് സാഹചര്യം വന്നാലും അതിൽ നല്ലതിനെ കാണുക, പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫിൽ എന്തൊരു സാഹചര്യം വരുമ്പോഴും അപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കണം, ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തിച്ചതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ കുറെ കൂടെ മോശമാക്കാൻ നല്ലത് പ്രത്യേകിച്ച് ഒരു ഗുണമല്ല. നെഗറ്റീവ് ചിന്തിച്ച് ഇന്നുവരെ ആരും ലൈഫിൽ പോസിറ്റീവ് റിസൾട്ട് നേടിയിട്ടില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ വിട്ട് കളഞ്ഞ് നമ്മളെപ്പോഴും നല്ല സന്തോഷമായിട്ട് ചില്ലായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ചേട്ടാ, നമുക്കിപ്പം നമ്മുടെ വീടൊരു സ്വർഗ്ഗതുല്യമായി മാറി. നമുക്ക് അത്രയും സന്തോഷവും സമാധാനവും ഉണ്ട്. അപ്പം പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ആ ഒരു സ്നേഹബന്ധവും അതുപോലെ പിന്നെ നമ്മുടെ വീട്ടിൽ കൂടുതൽ സമാധാനം സന്തോഷമൊക്കെ വരുത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് തോന്നുന്നൊരു കാര്യമേ, ഒന്നാമത്തെ കാര്യം മനസ്സോർന്ന് സംസാരിക്കുക അല്ലേ. ഈയിടയ്ക്ക് ഒരു സ്റ്റുഡന്റ് പറഞ്ഞെന്താണെന്നറിയാവോ, അവരും അവരുടെ ഹസ്ബൻഡുമായിട്ട് പിന്നെ എത്രയോ നാളത്തെ പ്രശ്നങ്ങളായിരുന്നു.
അവര് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് രണ്ടുപേരുടെ ഇരുന്നൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. അവർ എത്രയോ വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പം അതുപോലെ മനസ്സ് തുറന്ന് സംസാരിക്കാത്തതിന്റെ കാര്യം എന്ന് പറയല്ലേ, അവിടെ ഒരു ഈഗോ ഇഷ്യൂ ആണ് മെയിൻ എന്ന് പറയുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ താന്ന് പോയി എന്നുള്ള ഒരു ഈഗോ ഇഷ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹസ്ബൻഡും നിങ്ങളും നിങ്ങളുടെ ഭർത്താവുമായിട്ടൊക്കെ പിണങ്ങിയിരിക്കുന്ന സമയത്തെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മുൻകൈ എടുത്ത് മിണ്ടാറുണ്ടോ? എത്ര പേർക്ക് ഈഗോ ഉണ്ട്? എത്ര പേര് ചിന്തിക്കാറുണ്ടോ ഞാൻ അങ്ങോട്ട് ചെല്ലത്തില്ല, ഞാൻ ഈഗോയിലിരിക്കും, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, ആ മനുഷ്യൻ എന്താ ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിരിച്ച് പുരുഷന്മാരാണെങ്കിൽ അവർക്കെന്താ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും ഞാൻ തന്നെ മുൻകൈ എടുത്ത് പിന്നെ പോയി സംസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ താന്നു കൊടുക്കുന്നു, അവരല്ലേ തെറ്റിയത്, അവർ താഴട്ടെ, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതോ ഒരു ഈഗോയും ഇല്ലാതെ അങ്ങോട്ട് പോയി നിങ്ങൾ സംസാരിക്കൂ? സോറി കേട്ടോ, ക്യാമറ ഇച്ചിരി ആടുന്നുണ്ട്, കട്ടറിനൊക്കെ വീഴുന്നു, ടൈറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കുന്നത്? പിന്നെ അങ്ങോട്ട് ചെന്ന് മിണ്ടാറുണ്ടോ, അതോ നിങ്ങൾ ഈഗോയിൽ ഇരിക്കാറാണോ ഉള്ളത്? കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ്? അത് തന്നെയാണ്. അപ്പം അവര് ഇപ്പം നമ്മൾ ചെറിയ വല്ല കാര്യമായിരിക്കും, വളരെ ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും, പക്ഷെ അതിനെ ചൊല്ലി ആ ഒരു സബ്ജക്റ്റ് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ കളയുക. നമ്മൾ ശരി ഓക്കെ ഒരു വഴക്കോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ, അടുത്ത സബ്ജക്റ്റ് ആകുമ്പോഴത്തേക്ക് ആ നടന്നത് പോലും നമ്മൾ ഓർക്കേണ്ട കാര്യം വരും. ഇങ്ങനെ പിടിച്ചു വെച്ചേക്കെ 10 വർഷം മുമ്പ് അന്നും നിങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ, ഇപ്പോഴും നിങ്ങൾ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിങ്ങനെ ഓർത്ത് വെച്ച് വീണ്ടും 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 അതൊക്കെ എടുത്തിട്ട് ചർച്ച ചെയ്ത് വീട്ടിൽ നമുക്ക് ഒരു വീടാകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും ഡിസ്കഷൻ നടക്കും, ചർച്ച നടക്കും. ഒരു അതെ, ചിലപ്പോ ചിലവർ പറയുന്നത് ഒരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കളഞ്ഞല്ലോ. ചിലർ ചോദിക്കുക ടീച്ചർമാർ എങ്ങനെ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന കാര്യം, സാറ് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല. അപ്പം ഞാൻ ചേട്ടനോട് പറയും ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യരാണ്, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഇൻഡിവിജ്വലാണ്, 2 സാഹചര്യങ്ങളിൽ 2 സിറ്റുവേഷനിൽ വളർന്ന 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ 2 പേരും നമ്മുടെ എത്രയൊക്കെ ഐഡന്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ചേർച്ചയുള്ള കപ്പിൾസ് ഈ ലോകത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരാൾക്ക് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് 2 പേർക്കും ഇഷ്ടങ്ങൾ ഒരുപോലെയാണ്, അവരുടെ താല്പര്യങ്ങൾ ഒരുപോലെയാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ് അവർ. അങ്ങനെയൊന്നും ഒരിക്കലും. കാര്യം ഞാനും ചേട്ടനും പറഞ്ഞാൽ 2 എക്സ്റ്റെൻഡ് നിൽക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഇഷ്ടങ്ങളും ചേട്ടൻ്റെ ഇഷ്ടം കുറേ ഡിഫറൻസ് നമ്മൾ തമ്മിലുണ്ട്, കുറേ സിമിലാരിറ്റീസും ഉണ്ട്, കുറേ ഡിഫറൻസസ് ഉണ്ട്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ. ഈ ലോകത്തുള്ള എല്ലാ കപ്പിൾസും നിങ്ങൾ വിചാരിക്കും അയ്യോ ഞാനും എൻ്റെ ഭർത്താവേ ഉള്ളൂ ഇങ്ങനെ, ആ മനുഷ്യൻ അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും, 2 പേരുടെ അങ്ങനെയാണ്. ഒരാൾ ചേട്ടൻ പൊതുവെ വളരെ സൈലന്റ് ആയിട്ടുള്ള മനുഷ്യർ, ഞാൻ അറിയാമല്ലോ നല്ല ഒന്നാന്തരം വായാടിയാണ്. അപ്പം അങ്ങനെ നമ്മൾ നല്ല സംസാരമാണ്. അപ്പം അങ്ങനെ ആയിരിക്കും മിക്കവാറും ഒരു ഫാമിലിയിലൊക്കെ എന്ന് വെച്ചാൽ. അപ്പോൾ 2 പേർക്കും 2 ഇഷ്ടങ്ങളായിരിക്കും, 2 താല്പര്യങ്ങളായിരിക്കും, 2 പേരുടെ സ്വഭാവ വ്യത്യാസമായിരിക്കും. ആ 2 പേര് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. നമ്മളിങ്ങനെ നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുമ്പോഴേ പലരും അവരുടെ പോളിഷ്ഡ് ലൈഫാണ് വീഡിയോയിൽ കാണിക്കുന്നത്, അല്ലാതെ അവർ വീട്ടിൽ കിടന്ന് അടി കൂടുന്നതും ബഹളം വെക്കുന്നതൊന്നും അവർ കാണിക്കത്തില്ല. അവരെല്ലാം പോളിഷ്ഡ് ലൈഫായിരിക്കും. പിന്നെ നമ്മൾ കുറേ കൂടെ എന്താ പറയുക മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇവരുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ അവർക്കൊക്കെ എല്ലാ സന്തോഷങ്ങളും ഉണ്ട്, നമ്മുടെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഇതുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെയൊക്കെ വരും. പിന്നെ നമ്മൾ അതിനെയൊക്കെ അങ്ങ് വിട്ടുകളയുക. അതും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പിന്നെ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നെ കൂടുതൽ വന്ന് പ്രശ്നങ്ങൾ കൂടും. അപ്പം അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് ഏതൊരു സാഹചര്യത്തിൽ എത്ര പ്രശ്നം വന്നാലും എന്ത് തലയ്ക്കും മീതെ വന്നാലും നമ്മുടെ സന്തോഷം നമ്മൾ നശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റും. പിന്നെ വീട് സ്വർഗ്ഗമാക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾ മക്കളെ എടുത്തിട്ട് അടിക്കല്ലേ. ചിലരാണെങ്കിൽ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും, വായി തോന്നിയതൊക്കെ വിളിച്ച് പറയും, പിന്നെ നീ പൊട്ടനാ, നീ മാണ്ടനാ, നീ കഴുതയാടാ, നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം, നീയൊക്കെ എന്ത് ചെയ്താലും ഉണ്ട് ഇതായിട്ടുള്ളത്. എനിക്ക് കണക്കിന് കഴിഞ്ഞ പ്രാവശ്യം എത്ര മാർക്കായിരുന്നു അല്ലേ പണ്ട് നമ്മൾ ഫീസ് വയ്ക്കുമ്പോൾ നമ്മളെ അച്ഛനും അമ്മയും ചോദിക്കുന്ന ഡയലോഗ് ആയിരുന്നു, കഴിഞ്ഞ പരീക്ഷയ്ക്ക് കണക്കിന് എത്ര ഉണ്ട്. അതോടെ നമ്മൾ സൈലന്റ്. അതുപോലെ നമ്മളിങ്ങനെ പിള്ളേരെ നിരന്തരം മാനസികമായിട്ട് വിഷമിപ്പിക്കരുത് കേട്ടോ. പണ്ടത്തെ ഒരു സാഹചര്യം, പണ്ടത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകുടുംബങ്ങളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും വരത്തില്ല. ഇപ്പം 1-2 കുഞ്ഞുങ്ങൾ കാണും, അച്ഛനും അമ്മയും അവരോട് സ്നേഹമായിട്ടൊക്കെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിത് മാനസികമായിട്ടൊക്കെ ഒത്തിരി ബാധിക്കും. കുഞ്ഞുങ്ങൾ ഒരുപാട് ചില പേരൻസ് അറിയുന്നില്ല അവർ ടോക്സിക് പേരൻസ് ആണെന്നുള്ളത്. കാര്യം
നമ്മുടെ പെരുമാറ്റം കുഞ്ഞുങ്ങളോട് നല്ല ഫ്രണ്ട്ലി ആവാ. ചേട്ടാ പഴയ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ? പണ്ട് നമ്മളൊരു എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവും സ്വാഭാവികമാണ്. ചേട്ടൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പണ്ട് എന്റെ പിള്ളേരാണെങ്കിൽ മൂത്തോന് ശരിക്കും അടിക്കുമായിരുന്നു കേട്ടോ, ഞാൻ ബെൽറ്റൊക്കെ വെച്ച് അടിക്കുമായിരുന്നു, ശരിക്കും അടിക്കുമായിരുന്നു. അപ്പം അടിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ കൊച്ചുങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? അപ്പം ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ചേട്ടൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, എനിക്കതാ കിട്ടിയിട്ടുള്ളത്, എനിക്ക് എന്ത് കിട്ടി അതേ ഞാൻ കൊടുക്കത്തുള്ളൂ അല്ലേ? ഞാൻ പറയുന്ന ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയുമായിരുന്നു. പിന്നെ കാര്യം ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്, നമുക്ക് പേരൻസിൽ നിന്ന് എന്ത് കിട്ടുന്നത് അതാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയല്ല മക്കളെ, നമുക്ക് നമ്മുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർ സാധുക്കളാണ്. അവർക്ക് ചിലപ്പം അത്ര വലിയ അറിവൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അവർക്ക് അവരുടെ പേരൻസ് എന്ത് കൊടുത്തോ അതൊക്കെ ആയിരിക്കും നമുക്ക് നമ്മളോട് അവർ പെരുമാറുന്നത്. അവർ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇന്റർനെറ്റും പുസ്തകങ്ങളും ഒന്നും വായിച്ചിട്ടുള്ള അറിവൊന്നും ഇല്ലല്ലോ. അവർക്ക് അവരുടെ സമൂഹത്തിൽ നിന്ന് എന്ത് കിട്ടി അത് അവരമ്മക്ക് തന്നു. അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതുപോലെ അങ്ങ് കൊടുക്കല്ലേ. നമ്മൾ വളരെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളോട് പെരുമാറുക, അവർക്ക് അങ്ങേയറ്റ സ്നേഹം കൊടുക്കുക. മക്കളടുത്ത് പറയണടാ, നീ എൻ്റെ മുത്താണ്, എൻ്റെ പൊന്ന് വന്നതിന് ശേഷം അമ്മയുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമായത്, നീ ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇങ്ങനെയൊക്കെ വേണം പറയാനായിട്ട്. ചിലർ പറയും, പണ്ട് കുറ്റം പറയല്ല കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു, ഇവളുടെ തല ഉച്ചി കണ്ടതിന് ശേഷം ഞങ്ങൾ ഗതി പിടിച്ചിട്ടില്ല. അതായത് ഞാൻ അവരുടെ ഏറ്റവും എന്താ പറയാ, അവരുടെ ഒരു ശകുനപ്പിഴയായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവരെപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ടീച്ചറമ്മയുടെ സക്സസ് കാണാനൊന്നും എൻ്റെ അമ്മ കൂടെ ഇല്ല. എന്നാലും എന്താ പറയാ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ലക്കി സ്റ്റാറാണ് എൻ്റെ മോളെന്ന് പറയുന്ന ഒരു അവസ്ഥ അമ്മ പറയുമായിരുന്നു. അമ്മ സ്വർഗത്തിരുന്ന് കാണുന്നുണ്ടാവും, അതിന് ടീച്ചറമ്മ സന്തോഷിക്കുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ മക്കളോട് പറയടാ, നീ അടിപൊളിയാണ്, നീ സൂപ്പറാണ്. ചിലപ്പോൾ പഠനത്തിലൊക്കെ അവർ കുറച്ച് മോശമായിരിക്കും, എന്നാലും അവരോട് പറഞ്ഞ മക്കളെ നീ സൂപ്പറാണ്, അടിപൊളിയാണ്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂടാ, നീ ചെയ്യടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. നല്ല സ്നേഹം കൊടുക്കണം. നമ്മൾ റെസ്പെക്ട് കൊടുക്കുമ്പോഴേ അതൊന്ന് വാച്ച് ചെയ്താൽ മാത്രം അറിയാം നമ്മൾ കുട്ടികളോട് എങ്ങനെ റെസ്പെക്ട് കൊടുക്കുന്നു. റെസ്പെക്ട് പറയുമ്പോൾ എന്താണ് കുട്ടികൾക്ക് തോന്നുന്നത്, കേട്ടോ അച്ഛൻ എന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് കേൾക്കുന്നുണ്ട്, അതിൽ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും. അപ്പോൾ അതിനുശേഷം അവർ തിരിച്ചുള്ള പ്രതികരണം ഉണ്ടല്ലോ ആ നിലയ്ക്കായിരിക്കും. യാതൊരു മോശമില്ല. നമ്മൾ കുട്ടികളെ വഴക്ക് പറയരുതെന്നല്ല, വഴക്ക് പറയണം. അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ വഴക്ക് പറയണം, അതവിടെ തീർന്നു. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താൽ അവർ റെസ്പെക്ട് ചെയ്യും. ചില പേരൻസിനെ കുഞ്ഞുങ്ങളോട് ഒരു വിലയില്ല, കേട്ടോ നീ എന്താ ഇങ്ങനെ അങ്ങനെയല്ല, എപ്പോഴും ചീറിക്കൊണ്ട് ചെല്ലും. ആ പേരൻസിന്റെ അടുത്ത് പിള്ളേർ ചീറിക്കൊണ്ടേ നിൽക്കും. നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അതേ തിരിച്ചേ കിട്ടും മക്കളെ. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ പെരുമാറണേ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.